everyone, welcome back to my YouTube channel. So ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. ഈ മാസത്തിലെ അല്ലെങ്കിൽ ഒരു കുറച്ച് നാളിലത്തേക്ക് ഞെട്ടി വന്ന ഒരാള്. അപ്പോൾ ഇപ്പോൾ വീട്ടിലല്ല, ഇപ്പോൾ നമ്മൾ ഒന്ന് ഷോപ്പിംഗ് ആയിട്ട് പുറത്ത് പോവാണ്. നാളെ മുതൽ നമ്മളുടെ ഹോം പ്ലേസ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് പ്ലേസ് ആണ്. അപ്പം അതാണ് നമ്മുടെ പുതിയൊരു അപ്ഡേറ്റ്. അത് ഞാൻ വഴിയെ പറയാം. അപ്പം അവിടേക്ക് പോവാനായിട്ട് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് വീട്ടിലുള്ളത്. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, ബാഗ് പാക്ക് ചെയ്യാനുണ്ട്. അപ്പം അതിനൊക്കെ ആയിട്ട് എറണാകുളം പോവുകയാണ് നമ്മൾ, കൊച്ചി. പിന്നെ ഇങ്ങേർക്കുന്ന് എന്നാണെന്ന് പറഞ്ഞേ, വയലിൻ വാങ്ങാനും കൂടെ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓരോ വർഷം പുതുവർഷം പുതു തീരുമാനങ്ങൾ എന്നാണല്ലോ. അപ്പം അതങ്ങനെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഇനി മുതൽ വയലിനും അല്ലേ. ഓക്കെ, നടക്കട്ടെ, നല്ല കാര്യം. അപ്പം അതൊക്കെയാണ് നമ്മളുടെ പുതിയ കാര്യങ്ങൾ. അപ്പം നമ്മളിപ്പോൾ ഓൺ ദ വേയിലാണ്. ആദ്യമേ തന്നെ ഒരു ജ്യൂസ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴും എനിക്ക് ഫുഡ് മുഖ്യം. അപ്പം ഇന്നത്തെ എൻ്റെ ഫേസൊക്കെ ഇങ്ങനെ ഡള്ളായിരിക്കുന്നത് ആരൊന്നും വിചാരിക്കരുത്. കുറച്ച് വയ്യായിക കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെപ്പോഴും എൻ്റെ കൂടപ്പുറപ്പാണ്, എന്നാലും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നൊക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് പോണ വഴിക്ക് ഇനി ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളും പറയാം കേട്ടോ. തട്ടിയിട് കൊച്ചത്. നമ്മുടെ ധാരാന്ന് നോക്കൂ. നമ്മുടെ ഈ കാണുന്ന സെറ്റൂൺ അല്ലെങ്കിൽ ഈ കരിയാട് റെഡ് കാർപ്പറ്റിന്റെ തൊട്ട് മുന്നേ ആയിട്ടാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇച്ചാൻ ആദ്യം തന്നെ വണ്ടി വിട്ടത് വേറെ എവിടേക്കും അല്ല, വയലിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വേറെ എന്ത് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇത് കൈപ്പറ്റണമെന്നാണ് ആളുടെ ആഗ്രഹം. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ കൊച്ചി തന്നെ ഒരു ഷോപ്പിൽ കയറിയിട്ട് വയലിൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പറ്റിയൊരെണ്ണം കിട്ടി. വയലിൻ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് ലോക്ക് ചെയ്തിരിക്കാറാണ്. അങ്ങനെ ആ ആഗ്രഹം സാധിച്ചു. ഒരുപാട് നാളെ ഞാൻ കേൾക്കണം വയലിൻ വാങ്ങണം, വയലിൻ പഠിക്കണം എന്നുള്ളത്. ഫൈനലി ഇത് എനിക്ക് തലയ്ക്ക് സൗകര്യം ഉണ്ടാവില്ല. നമുക്ക് ഉറങ്ങോഴോ പഠിക്കട്ടെ, എന്നൊക്കെ വരുന്നുണ്ട് ഒരു വരവ്. കീബോർഡ് ആദ്യം പഠിച്ചത്, പക്ഷെ അതും കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ ഇതെന്തായാലും കംപ്ലീറ്റ് ആക്കണം. ഓൾ ദ ബെസ്റ്റ്. അതിനുള്ള ചെണ്ട പഠിക്കാൻ പോയിട്ടുണ്ട്. എൻ്റെ കർത്താവേ, ഇനി 1-2 പള്ളിയിലും കൂടെ കയറി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഷോപ്പിംഗ് ആണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ലുലുന്ന് ഇറങ്ങി. ലുലു പോയവർ മസ്റ്റായിട്ട് വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഷേക്ക്. കാരണം ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോൾ തന്നെ താഴെ ഉണ്ടാവും ഇങ്ങനൊരു ഷേക്ക്. ഇതവണ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്ത കേട്ടോ. ക്വാണ്ടിറ്റി വൈസിൽ എമൗണ്ടിന് ഡിഫറൻസ്. എനിവേസ് ഞാൻ നല്ല ടയേർഡായി ഒന്നും കൂടെ. ഇനി വീടെത്തി പാക്കിങ്. എങ്ങനെയുണ്ട് ടെൻഡർ? എങ്ങനെയുണ്ട്? ഡേറ്റ്സ് കൊള്ളൂല. ഇതായിരിക്കുന്നത് സ്ക്വയർ ബോട്ടിൽ. പോരാ, ഡേറ്റ്സ് നട്ട്സ് നല്ലതാ, പക്ഷെ ഡേറ്റ്സ് മാത്രമേ ഉള്ളത്. അതുകൊണ്ട് ഒരു സുഖം ഇല്ലാത്തത്. വാച്ചെടുത്തു. അങ്ങനെ റെഡിയായി നമ്മൾ പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ വന്നത് നല്ല ടയേർഡായിപ്പോയി. പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. ഉറങ്ങിയാണ് ഞാൻ വന്നത്. അങ്ങനെ ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചു. നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ ഇതോടുകൂടി തീർന്നു കേട്ടോ. കുഞ്ഞൊരു വ്ളോഗായിപ്പോയി. സ്ട്രിപ്പ് ചെയ്തേരാ. എന്താ തപ്പി കിടക്കണേ? എവിടെ പോയാലും വയലും കൂടെ കൊണ്ടുപോക്കോളൂ. ഞാൻ എടുത്തു. അപ്പോൾ ഞങ്ങൾ പോയിട്ട്
മീര എല്ലാവിധ വിജയാശംസ. അയ്യോ അഭിഷി ലിപ്സ്റ്റിക് തുടക്കാനാ ഈ ചെരുപ്പിട്ടേക്കോ അപ്പുറത്തത് അതെ അതിട്ടോ നമുക്ക് ഇടയ്ക്ക് കൊടുത്താൽ ഒരു കുഞ്ഞ പാട് പോലെ ആ വണ്ടിയില് സംഭവിക്കുന്നത് ഞാൻ ആകെ പൊടി കാണുമ്പോ അലർജി മാത്രമേ ഉള്ളൂ. തുടക്കുന്ന പണിയില്ല. രണ്ടും ഒരു കുഞ്ഞ പാട് പോലെ സമ്മതിക്കില്ല മോർണിംഗ് ഞാൻ തുറച്ചൊന്നും തൽക്കാലം പോയില്ല. അപ്പൊ ഇന്നലെ രാത്രി തുടങ്ങിയില്ല. ഒന്നര വണ്ടി കഴുകി. ഇന്ന് രാവിലെ വണ്ടി കഴുകി. പോരായത് തുടക്കണതേ. എന്നിട്ട് അവിടെ പോയി രണ്ട് തുള്ളി വെള്ളം ഇടയ്ക്ക് വിളിച്ചോളൂ ഒന്ന്. എന്നിട്ട് വിളിച്ചോളൂ. എന്തൊരു കോയിൻസിഡൻസ് ആണെന്നറിയോ, ഞങ്ങള് ഷോപ്പിൽ സാധനം വാങ്ങാൻ നിൽക്കുമ്പോ കുഞ്ഞുമറിയും ലിറ്റിയും വന്നേക്കുന്നു പോകുന്ന വഴിക്ക്. എനിക്ക് വയ്യ. ഞങ്ങൾ കാക്കു പോവാനേ നീ ഇല്ല വന്നേ ഇതിട്ട് നിങ്ങളെ കാണാനായിട്ട് പോണേക്ക് മുമ്പ് ഭാഗ്യമുണ്ട്. അതാണ് കണ്ടത്. ലിറ്റി ഇവിടെ കിട്ടിയ കയറി. ആ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അവിടെ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റാ. നിങ്ങള് പോണം. പോളം വണ്ടി പിന്നെ കാണാൻ ഭാഗ്യമുണ്ട്. അതാ വണ്ടി അച്ഛൻ്റെ വണ്ടിയാണെന്നോ. എന്നെ കണ്ടപ്പോ പോണില്ല. ഓക്കെ ഞാൻ ഇതിനെയും കൊണ്ട് പോവാണോന്ന് അച്ചോടാ. അതങ്ങനെ കാണിച്ചപ്പോ എനിക്ക് സങ്കടം വരും. എന്തെങ്കിലും സാധനം വാങ്ങിക്കണ്ടോ? ഒന്ന് വാങ്ങിക്കല്ലേ? നന്നോടിക്കും എന്നാലും എനിക്ക് കുഞ്ഞുമറിയത്തിന് കാണാൻ പറ്റി പോണേന് പിന്നെ തൊടാതിരിക്കണോക്ക്. 3 പേരുടെ ഇവിടെ അടുത്തല്ല, തൊട്ടിപ്പുറത്തല്ല വീട്. കുഴപ്പമില്ല. കുറച്ച് സാധനങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട് കുറിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. നമുക്ക് മൂന്നാർ വരെ എത്തണം. അയ്യോ തുമ്മാൻ വരുന്നു. പട്ടി അത് പോയി. അയ്യോ ഓക്കെ. തിന്നാൻ കുറിക്കാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിൽ കയറിയതായിരുന്നു. ഇവിടെ സാധനങ്ങൾ ഇത് മൊത്തം പോണ വഴിക്ക് തിന്നാൻ വേണ്ടി വാങ്ങിക്കാൻ കുറിക്കാൻ വേണ്ടി വാങ്ങിച്ച സാധനങ്ങളാണെന്നൊക്കെ. തീറ്റപ്പിന് എന്താന്ന് ഓർക്കുത്താലും കുഴപ്പമില്ല. എനിക്ക് തിന്നാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേണം. ഒരു എന്റർടൈൻമെന്റ് ആണ്. നമ്മളിപ്പോ പോകുന്നത് ആക്ച്വലി മൂന്നാർ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ്. അപ്പം പൂപ്പാറ ഓക്കെ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയില് കുറെ പേരുടെ ഡൗട്ടായിരുന്നു ഞാൻ ബിഗ് ബോസിലേക്കാണോ. ബിഗ് ബോസിന്റെ ഇൻട്രോന്റെ ടൈമില് എൻ്റെ ചെറിയൊരു ഒരു വീഡിയോ ക്ലിപ്പും വന്നായിരുന്നു. അന്നേരം കുറെ കമന്റ്സ് വന്നായിരുന്നു. ആക്ച്വലി ബിഗ് ബോസിൽ നിന്ന് എനിക്ക് കോൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഡയറക്റ്റായിട്ട് ഓഡീഷൻ കോളായിരുന്നു വന്നത്. ആ ക്ലിപ്പാണ് വന്നേക്കുന്നത്. പക്ഷെ അതിനകത്ത് ഇട്ടേക്കുന്ന കോമണേഴ്സ് ലിസ്റ്റിലാണ് വന്നേക്കുന്നത്. എന്താണെങ്കിലും ഒരു ഷോർട്ട് ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അപ്പം കോള് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോവാത്തതിൻ്റെ റീസൺ അതിനാണ് ഞാൻ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു ക്ലൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പം ഇതാണ് എൻ്റെ ആ ഒരു ക്ലാരിഫിക്കേഷൻ കേട്ടോ.
അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി തിന്നാൻ എന്തെങ്കിലും എടുക്കാം. ആക്രമിക്കാൻ തുടങ്ങട്ടെ. ക്രീം ബണ്ണുണ്ട്, ചിക്കൻ റോളുണ്ട്, കായ വറുത്തതുണ്ട്, പ്രിങ്കിൾസ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്. What would you like to have? ക്രീം ബണ്ണിന്ന് തുടങ്ങാം. നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേതാണ് രസം. അത് ഫ്രഷ് ക്രീം അവര് തന്നെയായിട്ട് മേക്ക് ചെയ്യണതാണ്. ഒരു സ്പോട്ട് ഉണ്ട് ക്രീം ബണ്ണിന്റെ. അയ്യോ ഭയങ്കര വലിയ ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റ് ആണ്. എന്തായാലും ഇനി ഞാൻ നിങ്ങളെ കുതിപ്പിക്കുന്നില്ല, ഞാൻ പോണു. ബൈ. തിന്നാൻ വേണ്ടിട്ടോ. ഇവിടെ വന്നാൽ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ സ്പോട്ടിലുള്ള നമ്മുടെ ചക്ക ഐസ്ക്രീം. വേണോ? കാടത്തി ചുരമെത്തി. ചുരം ഐസ്ക്രീം തിന്ന് ഞാൻ എത്തി. വായിക്ക് എന്തായാലും ഞാനൊരു റെസ്റ്റ് കൊടുക്കുന്നില്ല. തിന്നാൻ വേണ്ടിയാണ് ഞാൻ ട്രിപ്പ് പോകുന്നത്. മറ്റേ ഡാം തുറന്നുവിടില്ലേ, അന്നേരം വെള്ളം തന്നെയാണ് ഇവിടെ അടിച്ച് തല്ലി ഇങ്ങനെ പോകുന്നത്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി, ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ഈ ഒരു ഡേ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ പറയാനിരുന്ന ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബിഗ് ബോസിൽ പോവാതിരുന്നതിൻ്റെ റീസണും അതുപോലെ തന്നെ എന്തായാലും കുറേ കമൻസ് ഒക്കെ വരുന്നുണ്ട്. കുറേ ഈ പറയുന്ന പോലെ ഡൂളികളൊക്കെ ഒന്നും അറിയാതെ അവിടെ ഇവിടെയും തൊടാതൊക്കെ കുറേ കമൻറ്റുകൾ ഇടുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ കുറേയൊക്കെ അറിഞ്ഞിട്ടാവും, അറിയാതെ ആയിരിക്കാം. ബോസ് ഇന്ന് കോള് വന്നില്ലാലേ, വിളിച്ചില്ലാലേ, വെറുതെ ഇപ്പോഴും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി കോമണേഴ്സ് ലിസ്റ്റിൽ എന്നെ എന്തായാലും ആഡ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. കോമണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂട്യൂബ് പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ആക്റ്റീവ് ആവാതെ നിൽക്കുന്നവരാണ് കോമണേഴ്സ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നൊക്കെ ആളാണെങ്കിൽ എന്തായാലും അങ്ങനെ വിളിക്കത്തുമില്ല. അതൊരു കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പം ഞാനത് പോകാത്തതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ ഒരു ഷൂട്ടിലാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഹസ്ബൻഡ് വന്നിട്ട് അധികം നാളായിട്ടുമില്ല. അപ്പോൾ ഒരു 3 months അല്ലെങ്കിൽ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്നൊന്നും നമുക്കില്ല. പോയാൽ തന്നെ ഇപ്പോൾ ചിലപ്പോൾ 1 weekലോ അല്ലെങ്കിൽ 2 weeksലൊക്കെ പോരാം. എന്നിരുന്നാലും ഇപ്പോൾ എനിക്കതിന് താല്പര്യമില്ല. അപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്തേക്കുന്നത് തന്നെ, ഒരു ക്രൂ ലൈഫിൽ നിന്ന് ബ്രേക്ക് എടുത്തേക്കുന്നത് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഒരു സെറ്റ് ആവാനും വേണ്ടിയിട്ടും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ബിഗ് ബോസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ നോക്കിയിട്ടില്ല. സെക്കൻഡ് തിങ്, ഇപ്പോൾ വന്നേക്കുന്ന ഷൂട്ടും, ഈ 2 കാര്യം ഉള്ളതുകൊണ്ടാണ് ഒരു അപ്ഡേറ്റ് ഇങ്ങനെ പറയാൻ പറ്റാതിരുന്നത് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ നാളെ മുതൽ ആ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം വലിയ എന്താ പറയുക, ഒരു റോളൊന്നും അല്ലെങ്കിലും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ കുറേ പേർക്കൊക്കെ അറിയുകയും ചെയ്യാം. എന്താ പറയുക, ഷോർട്സും റീൽസൊക്കെ ചെയ്യുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് മൂവിയിലേക്ക് ട്രൈ ചെയ്തൂടെ അങ്ങനെ. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇതിങ്ങോട്ട് വന്നൊരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ മിസ്സാക്കാൻ തോന്നിയില്ല. അപ്പോൾ അതിൻ്റെ ഷൂട്ടും ഭാഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ അവിടേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നാളെ മുതൽ ഷൂട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവും. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള അപ്ഡേറ്റ്. അപ്പോൾ ടയേർഡായോ? ഞങ്ങൾ നല്ല ക്ഷീണത്തിലാണ്. കാരണം 3 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ ജേണി. പക്ഷേ കുറേയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി, ഇടയ്ക്കിടയ്ക്ക് പുട്ടക്കടിച്ച് പയ്യെ സ്ലോ ചെയ്ത് അങ്ങനെയാണ് എത്തിയത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് രാത്രിയാണ്, പിന്നെ ഇന്ന് രാവിലെ തന്നെ പോകണം. അപ്പോൾ ഇന്ന് കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി രാവിലെ കാണാം. ഇന്ന് എൻ്റെ ആദ്യത്തെ മൂവിയുടെ ആദ്യത്തെ ദിവസത്തെ ഷൂട്ട് ഡേ ആണ് കേട്ടോ. യെസ്, കെട്ടിയവരുണ്ട് കൊണ്ടാക്കാനായിട്ട്. അപ്പോൾ പോയിട്ട് വിശേഷങ്ങൾ പറയാം.
അങ്ങനെ ലൊക്കേഷൻ എത്തി നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് കാര്യങ്ങളൊന്നും ഇന്ന് എനിക്ക് ഷൂട്ട് ചെയ്തോ അല്ലെങ്കിൽ എല്ലാം അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിനായിട്ട് നമ്മൾ പോകും റെഡി ആയിട്ട്. അപ്പോൾ ഇപ്പോൾ മേക്കപ്പ് മാൻ ഉണ്ട്, എന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൊട്ടടുത്ത് ചായന ഇരിക്കുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങളെല്ലാം വരും ദിവസങ്ങളിലെ വീഡിയോസിലും അതുപോലെ തന്നെ പയ്യെ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിന് വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഷൂട്ടും പിന്നെ അതുപോലെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത്രയും ഒരു ഗ്യാപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ.